ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ നമ്മുടെ ഫൈനൽ നനച്ചുള്ളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിരുമ്പാനുള്ള ചവിട്ടി കാര്യങ്ങളൊക്കെ ആദ്യം മെഷീനിലൊക്കെ ഇട്ട് വെക്കണം കേട്ടോ. എന്നാൽ പിന്നെ അത് അവിടെ ഇരുന്ന് തിരുമ്പും, ബാക്കി നമ്മൾ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ചുമരൊക്കെ ആകെ കുത്തി വരഞ്ഞ് കളർ കൊണ്ടും സ്കെച്ച് കൊണ്ടും ക്രയോൺസ് കൊണ്ടും ഒക്കെ വരച്ചിട്ടും ചിത്രം വരച്ചിട്ടൊക്കെ ഭയങ്കര വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിട്ടിലെ ടിപ്സ് പറഞ്ഞുതരാം. ഇതുപോലെ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടാണ് ക്ലീൻ ചെയ്യാനായിട്ട്. കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റിയൊരു ചെറിയ ടിപ്പാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചാൽ പോകുന്നുണ്ട്. ഈ സ്കെച്ച് കളർ കൊണ്ട് വരച്ചതാണ് അങ്ങനെ പെട്ടെന്ന് പോകാത്തത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വിനീഗറാണ്. കുറച്ച് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു ഏകദേശ കണക്കിൽ നമുക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിക്വിഡില്ലേ, പാത്രം കഴുകുന്ന ലിക്വിഡ്, പിന്നെ അതിലേക്ക് നമുക്ക് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് വേണം. അതൊക്കെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണേ. നല്ലപോലെ മിക്സാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. എന്നിട്ട് നമ്മളൊരു ബ്രഷോ ഒരു സ്പഞ്ചോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ സ്കെച്ചിൻ്റെത് കുറച്ച് പോകാൻ പാടുണ്ട്. ക്രയോൺസ്, പെൻസില്, പെന്നുകൊണ്ടൊക്കെ വരച്ചത് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്കെച്ച് കൊണ്ട് വരച്ചത് കുറച്ച് പാടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ പോകും, പക്ഷേ നമ്മൾ പെയിൻറ്റ് ഇളകി പോകുന്നതുകൊണ്ട് അത്ര നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കാണിച്ചു തരാൻ കണ്ടില്ലേ, ഇതുപോലൊക്കെ ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. സ്കെച്ചൊക്കെ ഒന്ന് കളറ് മങ്ങിയിട്ടുണ്ട്, പക്ഷെ മുഴുവനായിട്ട് പോയിട്ടില്ല. ബാക്കി ക്രയോൺസ് കൊണ്ട് വരച്ചത്, പെന്നുകൊണ്ട് വരച്ചത്, അതൊക്കെ കണ്ടില്ലേ. ആദ്യം നിങ്ങൾ ഇത് കണ്ടതാണോ ഇപ്പോഴത്തെ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിമൊക്കെ നിന്നിട്ടില്ല. പിന്നെ അവിടെ പെയിൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ്. അങ്ങനെ പിന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം തന്നെ കിച്ചണിലാണ് മെയിനായിട്ട് നനച്ചുള്ളിക്ക് ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ കളിക്കണോണ്ട് തന്നെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. അപ്പോൾ അത് കിച്ചണിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് നമ്മൾ ടേബിളിലേക്ക് മാറ്റുകയാണ്. എല്ലാം കാലിയാക്കണം. ഇവിടെയൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി പഴകിയ പാത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഇതിലായ പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ചും അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ആക്കി നോക്കുകയാണ്. ഭയങ്കരമായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായി ക്ലീൻ ആവുമെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ മെഷീനത്തത് ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കാണിച്ചത് ഒരു ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തിരുമ്പാനുള്ളത് ചവിട്ടികളാണ്. ചവിട്ടിയും കാര്യങ്ങളൊക്കെ മെഷീനിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. നോമ്പ് അങ്ങ് അടുത്തെത്തി. ഇത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട്. ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആവുന്നത്. പിന്നെ അങ്ങനെ നമ്മളവിടെ ചവിട്ടി അവിടെ നിന്ന് തിരുമ്പട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മൊത്തത്തിൽ ബാൽക്കണിയും എല്ലാം മൊത്തത്തിലൊന്ന് ഈ അൽമാരൊക്കെ കണ്ടില്ലേ ഒന്ന് നീക്കി ഒന്ന് പൊസിഷനൊക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊരു റാഹത്തായി വരും, സ്പേസൊക്കെ ഉള്ള പോലെ വരും. അപ്പോൾ ചുമര് ഞാനിതുപോലെ വെള്ളം ഒഴിച്ച് കഴുകുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് ഭയങ്കര രസം. അങ്ങനെ ചുമരും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് വരുത്തി. എനിക്ക് മെയിനായിട്ട് നനച്ചുളി എന്ന് പറയുമ്പോൾ അടുക്കള മാത്രമാണ് അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ പെയിൻറ്റ് ചെയ്തതുകൊണ്ടും വല്ലാണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാനില്ലാത്തതുകൊണ്ടും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചൺ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചുമരും കാര്യങ്ങളും നമ്മളെ കൗണ്ടർ ടോപ്പും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കബോർഡും കാര്യങ്ങളും ഓൾറെഡി ഇപ്പോൾ 2 ദിവസം മുന്നേ, അതായത് ക്ലീൻ ചെയ്യുന്ന 2 ദിവസം മുന്നേ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. താഴത്തെ കൗണ്ടർ ടോപ്പിൻ്റെ കബോർഡാണ് ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും.
അപ്പോൾ ഇതൊക്കെയാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇതിന് ഡോറ് അടയണില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ തെറിച്ചിട്ട് അവിടെ കറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ക്ലീനാക്കി കബോർഡും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ. വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എല്ലാം ആഡ് ചെയ്തിട്ടില്ലാന്ന്. പിന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഇരുന്ന ഭാഗം പുറത്തേക്ക് എടുത്തിട്ട് അതും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. മൊത്തത്തിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹസ്ബൻഡും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്കല്ല. ഇനി മൊത്തത്തിൽ കിച്ചണൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാണ്ട്. പിന്നെ ഫ്രിഡ്ജിനുള്ളിലത്തെ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് കഴുകാനുണ്ട്. അങ്ങനെ മൊത്തത്തിലിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു വിൻഡോ ഇല്ല, നമ്മൾ കിച്ചണിൻ്റെ ഈ ഒരു വിൻഡോൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ കുറച്ച് ലിക്വിഡും വിനെഗറും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ബ്രഷ് എടുത്തിട്ടൊന്ന് പെട്ടെന്നൊന്ന് വെറുതെ ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലാത്ത പക്ഷെ നല്ല രീതിയിൽ പൊടി പാറിയിട്ടും അവിടെ നമ്മളങ്ങനെ എന്നും ക്ലീൻ ചെയ്യണ ഒരു ഭാഗമല്ലല്ലോ. പിന്നെ ഇവിടെ ഈ ഒരു വെന്റിലേഷൻ ഫാനും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഹസ്ബൻഡാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് റമദാൻ റെസിപ്പീസ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറയണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ നമ്മൾ മൊത്തത്തിൽ ലാസ്റ്റ് ഫൈനൽ ക്ലീനിങ്ങിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. വെള്ളമൊഴിച്ച് ആദ്യം വൈപ്പർ കൊണ്ടൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വെള്ളം പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കഴിഞ്ഞു. മൊത്തത്തിൽ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. രാവിലെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. രാത്രിയാണ് ഇത് കഴിഞ്ഞത്. കഴിഞ്ഞൊന്ന് ഫുള്ളായിട്ട് കഴിഞ്ഞെന്ന് പറയാനില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു റാഹത്താണെന്നറിയോ. ഇതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവല്ലോ. പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. ഇതിൻ്റെ എല്ലാം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ടൈം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രാത്രി ആയിട്ടുണ്ട്. കണ്ടില്ലേ, രാത്രിയാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ബാൽക്കണിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പിയും കൂടെ ബാക്കിയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ പോലും അത് വീണ്ടും പൊടി പിടിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിതാ ഇതിലേക്ക് നമ്മുടെ ലിക്വിഡും കാര്യങ്ങളും എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പഴയ മിക്സി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും